ദയയുടെ സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്തായിരുന്നു മെറ്റിൽഡ. സുഹൃത്തെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. സഹപാഠി എന്ന് പറയുന്നതാകും ശരി. കാരണം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും മെറ്റിൽഡയുമായിട്ട് ദയയ്ക്കുണ്ടായിരുന്നില്ല. തീരെ ചെറിയ ക്ലാസ്സിൽ നിന്നായിരുന്നു അവർ സഹപാഠികളായിരുന്നത്. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആണെന്ന് തോന്നുന്നു. ദയയ്ക്ക് തന്നെ ആ ക്ലാസ്സുകളെക്കുറിച്ച് ഓർമ്മയില്ലെങ്കിലും അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ദയ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ക്ലാസ്സിലെ 1ാം റാങ്കുകാരിയായിരുന്നു മെറ്റിൽഡ. ഒപ്പം തന്നെ പ്രസംഗ മത്സര വേദികളിലും പദ്യപാരായണത്തിലുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ തന്നെ. പക്ഷേ മെറ്റിൽഡ വളരെ സ്വാർത്ഥമതിയായിരുന്നു. അത് ആ ക്ലാസ്സിലെ എല്ലാവർക്കും അറിയാം, ദയയ്ക്കും അറിയാം. ഒരു ദിവസം യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പ്രസംഗ മത്സര വേദിയിൽ കത്തിക്കയറിയ ശേഷം മെറ്റിൽഡ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്നത് ദയ ശ്രദ്ധിച്ചു. മെറ്റിൽഡ നടന്നു പോയ ഭാഗത്തേക്ക് ദയ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഒരു പേപ്പർ ചുരുട്ടിക്കൂട്ടി പിന്നീട് അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു കളയുന്നു. വീണ്ടും ആ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ഭിത്തിയിൽ ഉരയ്ക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ദയ കൗതുകപൂർവ്വം നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് മെറ്റിൽഡയുടെ അടുത്ത് ചെന്ന് ദയ ചോദിച്ചു, എന്താണ് നീ ചെയ്തത്? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളായി തന്നെ മെറ്റിൽഡ പറഞ്ഞു. ഞാൻ പ്രസംഗ മത്സരത്തിൽ പ്രസംഗിച്ച പ്രസംഗമാണത്. അതാണ് ഞാൻ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത്. എന്തിനാണ് അതങ്ങനെ നശിപ്പിച്ചു കളയുന്നത് എന്ന് ദയ വീണ്ടും ചോദിച്ചു. അപ്പോൾ മെറ്റിൽഡ പറഞ്ഞു, ഞാൻ പഠിച്ച ആ പ്രസംഗം ഇനി ആരെങ്കിലും പഠിച്ചാലോ? അതുകൊണ്ടാണ് ഞാനത് ആദ്യം ചെറിയ കഷ്ണങ്ങളായി പിച്ചി ചീന്തി കളഞ്ഞത്. അപ്പോൾ വീണ്ടും ദയ ചോദിച്ചു, പിന്നീട് എന്തിനാണ് അത് പെറുക്കിയെടുത്ത് ഭിത്തിയിൽ ഉരച്ചത്? അതിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു, ആരെങ്കിലും താൻ ചെയ്യുന്നത് കണ്ടു വന്നാൽ ആ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ കൂട്ടിവെച്ച് ആ പ്രസംഗം മൊത്തമായി പഠിച്ചെടുത്താലോ? അതുകൊണ്ടാണ് ആ പേപ്പർ കഷ്ണങ്ങൾ വീണ്ടും പെറുക്കിയെടുത്ത് ഭിത്തിയിൽ ഉരച്ചത്. മെറ്റിൽഡയോട് എന്തു പറയണമെന്നറിയാതെ ദയ നോക്കി നിന്നു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ദയ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് ആ സംഭവത്തെക്കുറിച്ച്, ഒപ്പം മെറ്റിൽഡ എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ചും.